ഇസ്രായേൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സംയുക്ത പ്രതിരോധ സംവിധാനം ശക്തമാക്കാൻ GCC രാഷ്ട്രങ്ങൾ. ദോഹയിൽ ചേർന്ന അടിയന്തര GCC പ്രതിരോധ സമിതി യോഗത്തിലാണ് തീരുമാനം. ആക്രമണത്തിനെതിരെ അന്താരാഷ്ട്ര കോടതിയെ സമീപിക്കാനും ഖത്തർ തീരുമാനിച്ചു. ദോഹയിൽ നിന്ന് മുഹമ്മദ് അബ്ബാസ് വിവരങ്ങൾ നൽകും. അബ്ബാസ്, ഇസ്രായേൽ ആക്രമണത്തിനെതിരെ ഏത് രീതിയിൽ ഒന്നിച്ചു നീങ്ങാനാണ് GCC രാഷ്ട്രങ്ങൾ തീരുമാനമെടുത്തിട്ടുള്ളത്? ഇന്ന് ദോഹയിൽ ചേർന്ന GCC രാഷ്ട്രങ്ങളുടെ അസാധാരണമായ സമ്മേളനത്തിലാണ്, ഒരു യോഗത്തിലാണ് പ്രതിരോധ സഹകരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ തീരുമാനിച്ചത്. പ്രധാനമായിട്ടും 5 കാര്യങ്ങളാണ് ഇന്ന് തീരുമാനിക്കപ്പെട്ടത്. ഒന്ന്, ഏകീകൃത സൈനിക കമാൻഡ് വഴി ഇന്റലിജൻസ് വിവര കൈമാറ്റമാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ അങ്ങനെ ഒരു സംവിധാനം ഗൾഫ് രാഷ്ട്രങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു ഇന്റലിജൻസ് സംവിധാനം അത് കൂടുതൽ വിപുലപ്പെടുത്തുകയാണ് ഖത്തർ നേരത്തെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ. രണ്ടാമതായി, വ്യോമ സാഹചര്യങ്ങളുടെ ചിത്രങ്ങൾ കൈമാറുമെന്നുള്ളതാണ്. മൂന്നാമതായി, ആന്റി ബാലിസ്റ്റിക് മിസൈൽ മുന്നറിയിപ്പ് സംവിധാനം വികസിപ്പിക്കുമെന്നുള്ളതാണ്. നാലാമത്തെ പോയിന്റ്, ഈ ഏകീകൃത സൈനിക കമാൻഡുമായി സഹകരിച്ച് പ്രതിരോധ പദ്ധതികൾ വിപുലപ്പെടുത്തുമെന്നുള്ളതാണ്. അഞ്ചാമത്തെ ഒരു പോയിന്റ്, സംയുക്തമായി എല്ലാ രാഷ്ട്രവും വ്യോമാഭ്യാസ പ്രകടനം നടത്തുമെന്നുള്ളതാണ്. ഇതിൽ വളരെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, ഗൾഫ് എന്ന് പറയുന്ന ഈ 6 രാഷ്ട്രങ്ങൾ, ഈ GCCയിലെ 6 രാഷ്ട്രങ്ങൾ അഥവാ നിലവിൽ ഖത്തർ, UAE, അതുപോലെ ഒമാൻ, ബഹ്റൈൻ, സൗദി അടക്കമുള്ള, കുവൈത്ത് അടക്കമുള്ള 6 രാഷ്ട്രങ്ങൾ. ഈ 6 രാഷ്ട്രങ്ങൾ ഒരു ഭൂമിശാസ്ത്രം നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകും. ഒരു ഭാഗത്ത് ചെങ്കടലുണ്ട്, ഒരു ഭാഗത്ത് പേർഷ്യൻ ഉൾക്കടലുണ്ട്, മറുഭാഗത്ത് ഒമാന് തൊട്ടു താഴെ അറബിക്കടലുണ്ട്. ഇങ്ങനെ ഒരു ചുറ്റപ്പെട്ട പ്രദേശമാണ്. നിലവിലറിയാം, കരാതിർത്തിയുമായി ബന്ധപ്പെടുന്നത് ഖത്തറിൻ്റെ ഒരു സാഹചര്യം മനസ്സിലാക്കുമ്പോൾ 3 ഭാഗത്തും വെള്ളമാണ്, കടലാണ്, ഒരു ഭാഗത്ത് മാത്രമാണ് കരാതിർത്തി സൗദിയുമായി ബന്ധപ്പെട്ട്. GCC രാഷ്ട്രങ്ങളുമായി മൊത്തത്തിൽ തട്ടിച്ചു നോക്കുമ്പോഴും സൗദിയിലാണ് കരാതിർത്തി കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കരാതിർത്തി വഴിയുള്ള, ആകാശ അതിർത്തി വഴിയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ത്രെട്ടുകൾ, ഭീഷണികളൊക്കെ വരും കാലത്ത് കൈകാര്യം ചെയ്യാനാണ് ഇങ്ങനെ ഒരു സമഗ്രമായ പ്രതിരോധ സഹകരണത്തിലേക്ക് GCC രാജ്യങ്ങളിൽ ഏത് രാജ്യത്തിന് നേരെ ഒരു കടന്നാക്രമണം ഉണ്ടായാലും, ഇസ്രായേലിന്റെ ഭാഗത്ത് നീക്കം ഉണ്ടായാലും അതിനെ ഒന്നിച്ച് നേരിടും എന്നൊരാഹ്വാനമല്ലേ ഉണ്ടായത്? അതെ, തീർച്ചയായിട്ടും. നമുക്ക് ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം, ഈ ആക്രമണം ഉണ്ടായ സെപ്റ്റംബർ 9 നടത്തിയ അസാധാരണമായ വാർത്താ സമ്മേളനത്തിൽ ഖത്തർ പ്രധാനമന്ത്രി പറഞ്ഞൊരു കാര്യം, ഞങ്ങളുടെ റഡാറിന് കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു ഫൈറ്റർ ജെറ്റുകളാണ് ഇവിടെ ആക്രമിച്ചതെന്നാണ്. നമുക്ക് മനസ്സിലാക്കുന്നത് വെച്ചാൽ ഇസ്രായേലിൽ നിന്ന് ഏകദേശം ഖത്തർ വരെ വരണമെങ്കിൽ ഇസ്രായേലിന്റെ ഏറ്റവും അടുത്തുള്ള ഒരു ബേസിൽ നിന്ന് ഖത്തറിലേക്ക് ഒരു വിമാനം എത്തണമെങ്കിൽ ഏകദേശം 2250 കിലോമീറ്റർ സഞ്ചരിക്കണം, എന്നാലേ ഇവിടെ എത്തുള്ളൂ. അത്രമാത്രം വലിയ ദൂരമുണ്ട്. എന്ന് മാത്രമല്ല, ജോർദാൻ പോലെയുള്ള, സൗദി പോലെയുള്ള രാഷ്ട്രങ്ങളുണ്ട്. ഈ രാഷ്ട്രങ്ങളിലൊക്കെ വ്യോമാതിർത്തി കടന്നു വേണം ഇവിടെ വരാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് തീരുമാനിക്കപ്പെട്ട രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, വ്യോമ സാഹചര്യങ്ങളുടെ ചിത്രങ്ങൾ പരസ്പരം കൈമാറാനാണ്. അഥവാ ഇസ്രായേലിൽ നിന്നുള്ള ഏതൊരു തരത്തിലുള്ള വ്യോമം വഴിയുള്ള, ആകാശമാർഗം വഴിയുള്ള ഒരു ഭീഷണിയെ നേരിടാനാണ് എന്ന് കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാകും. ധന്യാണ്. അതാണ്. എന്തായാലും GCC രാഷ്ട്രങ്ങൾ ഒരു സംയുക്ത പ്രതിരോധ സംവിധാനം ശക്തമാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ദോഹയിലായിരുന്നു അടിയന്തര GCC പ്രതിരോധ സമിതി യോഗം ചേർന്നത്. ആ യോഗത്തിലാണ് തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. മുഹമ്മദ് അബ്ബാസ് ആണ് ദോഹയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.